Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. ഞാൻ പണ്ട് കാലത്ത് ഈ മുക്കാട്ടുകര പള്ളിയിൽ ഒരു ധ്യാനത്തിന് വന്നു. അപ്പോൾ മുക്കാട്ടുകരയിലെ ഒരു ചേച്ചി, ഒരു ഉദ്യോഗസ്ഥ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കണ്ണ് അടച്ചാൽ പിന്നെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഈ കൺപോള താഴ്ത്തിക്ക് വന്നാൽ പിന്നെ മുകളിലേക്ക് പോകണില്ല. നിങ്ങൾ ഓരോ മിനിറ്റിൽ എത്ര തവണയാണ് ഈ കൺപോള മുകളിലേക്കും താഴ്ത്തിക്കും പോണത്? നിങ്ങൾ എന്തെങ്കിലും ബാറ്ററിയോടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ജനിച്ചപ്പോൾ തൊട്ട് ഇന്ന് വരെ എത്ര തവണ ഈ കൺപോള മുകളിലേക്കും താഴ്ത്തിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും സ്വിച്ച് അവിടെ വെച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കൺപോള താഴ്ത്തിക്ക് വന്നിട്ട് അത് തിരിച്ച് മുകളിലേക്ക് പോകണമെങ്കിൽ ദൈവം അവളെ ഓക്കെ എന്ന് പറയണം. ദൈവത്തിൻ്റെ വലിയ കരുണയാണത്. ഇത് താഴ്ത്തിക്ക് വന്ന് മുകളിലേക്ക് പോകണില്ലെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കി, എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങളെ വേറൊരാൾ കൈ പിടിച്ചു നടത്തേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കണം. അതിനൊക്കെ എത്ര നാൾ പറ്റും? 2 സർവൻറ്റിനെ അതിനോട് നിയമിക്കാൻ പറ്റുമോ? 2 വേലക്കാരികളെ അത് പിടിക്കാൻ വേണ്ടി കണ്ണിൻ്റെ കൺപോള മുകളിലേക്ക് പിടിക്കുക, താത്തുക. എന്തായിരിക്കും? നിങ്ങളൊന്ന് ഭാവന കണ്ടു. നിങ്ങളുടെ ജീവിതം മുഴുവനും താറുമാറാവും. എപ്പോഴും നമ്മൾ ദൈവ കരുണ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തൊലി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളോട് ഞാനത് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വന്നോ ഇനിയും പറയും. ഈ തൊലി ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങളിവിടെ ഇരിക്കുന്നു, നിങ്ങളെ തന്നെ ഒന്ന് ഭാവന കണ്ടു നോക്കി. ഞാനൊരു ചേച്ചീനെ കണ്ടു. ആ ചേച്ചിയുടെ ഒരു 40 വയസ്സുള്ള നേഴ്സാണ്. അതിൻ്റെ തൊലി പൊട്ടി ഈ പഴുത്ത് പൊട്ടും ദേഹം. എന്നിട്ട് തൊലി പീൽ ചെയ്ത് പോകും. തൊലി പോകും. തൊലി ഉണ്ടായില്ല. മൊത്തം ഒരു മാംസ കഷ്ണം. നെറ്റ് തലമുടി പോയി, കൺപുരികം പോയി, നഖങ്ങളെല്ലാം പോയി, മൊത്തം ഒരു മാംസ കഷ്ണമായിട്ടിരിക്കുകയാണ്. ചോര ഒലിക്കുന്നൊരു മാംസ കഷ്ണം, തൊലിയില്ല. നിങ്ങളുടെ സ്ഥിതി നിങ്ങളൊന്ന് ഭാവന കണ്ട് നോക്കിക്കേ. നിങ്ങൾക്ക് നല്ലൊരു കസേര ഇവിടെ ഉണ്ട്. ആ കസേര നിങ്ങൾക്ക് ഒന്നിരിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ ഉണ്ടില്ലെങ്കിൽ എന്ന് പറ. പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് നല്ലൊരു വണ്ടിയുണ്ട്, 45 ലക്ഷത്തിൻ്റെ ഒരു ബെൻസ്. നിങ്ങൾക്ക് അതിനകത്ത് കയറി ഇരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഇരിക്കും, നിങ്ങൾ മാത്രം ഇരിക്കുകയല്ല. നിങ്ങൾക്ക് നല്ല വലിയൊരു വീടുണ്ട്. ആ വീട്ടിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 45,000 രൂപയുടെ ഒരു സാരിയുണ്ട്, എടുത്ത് വലിച്ചു ചുറ്റാൻ പറ്റുമോ? നിങ്ങൾക്ക് 10 പവൻ്റെ ഒരു പിണ്ടിമാലയുണ്ട്, അത് കഴുത്തിലെടുത്ത് ഇടാൻ പറ്റുമോ? പറ്റുമോ? മോതിരമുണ്ട്, ഇടാൻ പറ്റുമോ? ചെരുപ്പുണ്ട്, ധരിക്കാൻ പറ്റുമോ? ചോറുണ്ട്, വാരി കഴിക്കാൻ പറ്റുമോ? നല്ല വിശപ്പുണ്ട്, നല്ല പ്രായമുണ്ട്, ചോറുമുണ്ട്, കറിയുണ്ട്, കഴിക്കാൻ പറ്റില്ല. അട്ടപ്പാടിയിലാണെങ്കിൽ ഒരു വാഴയില വെട്ടി വാഴയുടെ ഇലയുടെ മുകളിൽ കടത്തും. കട്ടിലുണ്ട്, കട്ടില കിടക്കാൻ പറ്റില്ല. നല്ല ബെഡുണ്ട്, ബെഡിൻ്റെ മുകളിൽ കയറി കിടക്കാൻ പറ്റില്ല. മക്കളുണ്ട്, മക്കളെ എടുക്കാൻ പറ്റില്ല. അമേരിക്കയിലാണെങ്കിൽ വലിയൊരു നമ്മുടെ അത്ര വലിപ്പമുള്ള വലിയ പ്ലാസ്റ്റിക് കൂടിനകത്ത് ഓയിൻമെൻറ്റ് നിറയ്ക്കും. എന്നിട്ട് അതിനകത്ത് ഇറക്കി വെക്കും. എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പം കൂട് മാറ്റി വേറെ കൂട്ടിനകത്താക്കും. അവിടെ ഇരിക്കും. അങ്ങനെ ഓയിൻമെൻറ്റ് ഇടാൻ മാത്രം കപ്പാസിറ്റി ഇല്ലാത്തൊരു വാഴയില വെട്ടി അതിൽ കിടത്തും. ഈച്ച വരാതിരിക്കാൻ വേണ്ടി, പൊടി കയറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയ സംവിധാനം വല്ല ചെയ്യും. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പട്ടണമുണ്ട്, പട്ടണത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇഞ്ചക്ഷൻ ഉണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല. മെഡിസിൻ ഉണ്ട്, മെഡിസിൻ നമുക്ക് തോന്നിയവരെടുക്കാൻ പറ്റില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് നോക്കിയാൽ ദൈവ കരുണ എപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച തൊലിയാണത്. ഈ തൊലിയുടെ കാര്യം മാത്രം ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ്. ഈ തൊലി
ആ തൊലിയുടെ ബലത്തിലപ്പോൾ നമ്മൾ ജീവിക്കണത്. ചിലരെ കുറിച്ച് പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അയാളുടെ തൊലി അയാളെ തൊലിയുടെ ബലത്തിൽ മാത്രമാണ്. പക്ഷേ ഇപ്പം എനിക്ക് പറയണത് വളരെ അർത്ഥപൂർണ്ണമായി മനസ്സിലാകുന്നു. ആ തൊലിയുടെ ബലത്തിലപ്പോൾ നമ്മൾ ജീവിക്കണത്. ഈ തൊലി ഇല്ലെങ്കിൽ ആളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ദൈവം ഓരോ നിമിഷവും കരുണയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആത്മീയ രംഗത്തേക്ക് ഞാൻ നോക്കി. ആത്മീയ രംഗത്തേക്ക് ചിന്തിച്ച് നോക്കി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അട്ടപ്പാടി സെഗ്യോൻ ധ്യാനകത്തിൽ നിൽക്കുകയാണ്. സെഗ്യോൻ ധ്യാനകത്തിൽ നിൽക്കുന്ന സമയത്ത് വെളുപ്പിന് 5 മണിക്ക് ഒരു ഭയങ്കര മർക്കടമുഷ്ടിയായ ഒരു മല്ലനായ ഒരു മനുഷ്യൻ വെളുപ്പിന് 5 മണിക്ക് വാവിട്ട് കരഞ്ഞ് കുമ്പസാരിക്കുക. ഞാൻ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹത്തിൻ്റെ പേര് സേവിയർ എന്നാണ്. പേര് ഓർത്തിരിക്കാൻ കാരണം എൻ്റെ പേര് സേവിയർ എന്നാണ്. അതുകൊണ്ട് മലബാറിൽ നിന്ന് വന്നതാണ്. മലബാറിൽ നിന്ന് വന്ന വളരെ നല്ല സ്റ്റൗട്ടായിട്ടുള്ള മനുഷ്യൻ വെളുപ്പിന് 5 മണിക്ക് ഞാൻ നോക്കുമ്പോൾ ധ്യാന കേന്ദ്രത്തിൻ്റെ ഹാളിൽ കുമ്പസാരിക്കാൻ വേണ്ടി കരഞ്ഞിരിക്കുകയാണ്. ഈ മനുഷ്യനെ എനിക്കറിയാം. മൂക്കറ്റം കുടിച്ച് ഒരു ബോധമില്ലാതെ ഞായറാഴ്ച ധ്യാനത്തിന് വന്നതാണ്. ചൊവ്വാഴ്ച കുമ്പസാരത്തിൻ്റെ ദിവസം അയാൾ കുമ്പസാരിക്കാൻ പോയിട്ടില്ല. അയാൾ പറഞ്ഞു, എനിക്ക് പാപമില്ല, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കൊക്കെയാണ് പാപം, എനിക്ക് പാപമില്ല. ഇയാളുടെ കുടി ആ നാട്ടിൽ മുഴുവൻ ഒരു പൊതുശല്യമായി. വീട്ടിൽ മാത്രമല്ല, നാട്ടുകാർക്ക് ശല്യമായി കഴിഞ്ഞ് ഇയാൾ ഒരുപാട് ചികിത്സിക്കാൻ കൊണ്ടുപോയി. ചികിത്സിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വീണ്ടും വന്ന് അക്രമകാരിയായി മാറുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ആ പ്രദേശത്തെ നാട്ടുകാർ ഒരുപാട് പേര് ചേർന്ന് ഒരു പൊതുപ്പണി ആയിട്ട് അയാളെ അട്ടപ്പാടി കൊടുക്കുന്നത്. ഒരു ജീപ്പ് നിറച്ചും അന്ന് ഞാൻ ഓർക്കട്ടെ, ഒരു ജീപ്പിലെ കൊണ്ടുണ്ടാക്കണേ. ഒരു ജീപ്പ് നിറച്ചും ആളുകളുമായിട്ട് ഈ ചേട്ടൻ ധ്യാനിക്കാൻ വന്നിരിക്കണേ. കാരണം 1-2 പിടിച്ചാൽ നിൽക്കില്ല. എന്നിട്ട് ധ്യാന കേന്ദ്രത്തിൽ ഡോർമെട്രി സ്ഥലം അപ്പോൾ അലോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഈ ജീപ്പിനകത്തുള്ള മുഴുവൻ ആളുകളും ഇയാൾ കിടക്കണതിൻ്റെ ചുറ്റിനും കിടക്കാൻ പറഞ്ഞു. കാരണം ഇയാളെ പിടിക്കാൻ ഞങ്ങൾക്ക് ധ്യാന കേന്ദ്രത്തിൽ മുഴുവൻ പേര് ചേർന്നാൽ ഇയാളെ പിടിക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കര ഒരു സ്ട്രോങ് ബോഡിയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കട്ടിൽ നടുവ് അതിന് ചുറ്റിനും ഉള്ള 2 ടയർ കട്ടിലുകളാണ്. അതിലെല്ലാം ഈ ജീപ്പിൽ വന്ന ആളുകളെ കിടത്തി ജീപ്പ് അവിടെ ഇട്ടു. ഏത് സമയത്തും ജീപ്പിൻ്റെ ആവശ്യം വരും. എൻ്റെ പ്രിയപ്പെട്ട വളരെ ധ്യാനം ഞായറാഴ്ച തുടങ്ങി, തിങ്കളാഴ്ചയായി, ചൊവ്വാഴ്ചയായി. ഈ പറയണ ഒരു കാര്യവും ഈ പുള്ളി അംഗീകരിക്കുന്നില്ല. ഒരു കാര്യത്തിലും ഈ പുള്ളി ഹൃദയം തുറക്കുന്നില്ല. നന്നായി പ്രാർത്ഥിക്കുകയോ അനുദപിക്കുകയോ കുമ്പസാരിക്കാൻ ഒരുങ്ങുകയോ കുർബാന ശരിക്കും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ എന്താ ചെയ്യണത്, ഇവിടെ ഉള്ള ആത്മീയ കാര്യങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയോ മാതാവിൻ്റെ അടുത്ത് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചൊവ്വാഴ്ചത്തെ കുമ്പസാര ദിവസം കഴിഞ്ഞു, ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ബുധനാഴ്ച വെളുപ്പിന് 5 മണിക്ക് വാവിട്ട് നന്നായിട്ട് കരഞ്ഞ് ഇയാൾ ധ്യാനഹോളിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം അവിടെ വന്ന ആദ്യത്തെ അച്ഛനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ചിലർക്ക് കുമ്പസാരിക്കാൻ നല്ല അച്ഛന്മാരെ നോക്കി നടക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. ആദ്യം വന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നന്നായിട്ട് സമയമെടുത്ത് മണിക്കൂറുകളെടുത്ത് നല്ലൊരു പാപസങ്കീർത്തനം, നല്ലൊരു കുമ്പസാരം ചെയ്തു. ആ കുമ്പസാരം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരിക്കൽ പോലും ഞാനൊരു പാപിയാണ് എന്ന് തോന്നിയിട്ടില്ല. ഞാൻ എന്താ അവിടെ ചെയ്യണത്? എന്താ തെറ്റാണ് ഞാൻ ചെയ്യണത്? ഞാനൊരു തെറ്റ് ചെയ്യണില്ല. ഞാൻ കുടിക്കുന്നു, അതെൻ്റെ ആവശ്യത്തിന് ഞാൻ കുടിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം തെറ്റായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ചോദിച്ചു, പിന്നെ എന്താ ഇത്രമാത്രം കരച്ചിലും ഇത്രമാത്രം ഒരു വ്യത്യാസം വന്നത്? അപ്പം അദ്ദേഹം പറയുകയാണ്, ചൊവ്വാഴ്ച രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം നന്നായിട്ട് കിടന്നുറങ്ങി. വെളുപ്പിന് ഒരു 2 മണി സമയമായപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ മുൾക്കിരീടം തലയിൽ തറയ്ക്കപ്പെട്ട് ശിരസ് മുഴുവൻ ചോരയിൽ വാർന്ന് തോളിൽ ഒരു കുരിശും വഹിച്ച് കുരിശ് ചുമക്കുന്ന ഈശോ ഇതാ ദർശനത്തിൽ നടന്നു വരുന്നു. അപ്പം അദ്ദേഹം ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കി, അത് കർത്താവ് തന്നെ.
കാരണം അദ്ദേഹത്തിന് അതൊക്കെ പരിചയമുണ്ട്. കുരിശിൽ മരിച്ച ഈശോയൊക്കെ പരിചയമുണ്ട്. അത്രയൊക്കെയുള്ള ഇതുള്ളൂ, ചിത്രങ്ങളെ കണ്ട പരിചയമുള്ളൂ ദുഃഖവെള്ളി. അപ്പോൾ ഇത് നമ്മുടെ കർത്താവ് തന്നെയല്ലേ എന്ന് അദ്ദേഹം നോക്കി, അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ക്രൂശിതനായ ഈശോ കുരിശും വഹിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹം വ്യക്തമായി കണ്ടു, മുഖം മുഴുവനും ചോര നിറഞ്ഞ് വിരൂപമായി തകർക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം, മുൾക്കിരീടമണിഞ്ഞ ഈശോയുടെ ശിരസ്, വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, കണ്ണുകളെല്ലാം ചോരയെ പുരണ്ട് കിടക്കുകയാണ്, ചുണ്ടെല്ലാം ചോരയെ പുരണ്ട് തകർന്ന ചുണ്ടുകൾ. ഈശോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്, പക്ഷെ വ്യക്തമാകുന്നില്ല. ഇദ്ദേഹത്തെ നോക്കുന്നുണ്ട്. ഇദ്ദേഹം ഉടനെ ഈശോയെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചാടി എഴുന്നേറ്റതാണ്. രാത്രി 2 മണി നേരമാണ്. ഇദ്ദേഹം ഈ 2 ടയർ കട്ടിലുണ്ട്, കട്ടിലിൻ്റെ 2ാമത്തെ നിലയിലാണ് ഇദ്ദേഹത്തെ കടത്തിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് എഴുന്നേറ്റ് പോകാതിരിക്കാൻ. ഇദ്ദേഹം ഏത് സമയത്തും പോകുമെന്നുള്ളത് മുൻകാല അനുഭവത്തിൽ നിന്ന് അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ 2ാമത്തെ നിലയെ കടത്തി ചുറ്റിനും ഒരു 3-4 കട്ടിലിൻ്റെ ചുറ്റളവുള്ള എല്ലാ കട്ടിലും ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ കടത്തിയിരിക്കുകയാണ്. എപ്പോൾ എഴുന്നേറ്റാലും ചാടി പിടിക്കണം, അങ്ങനെ കടത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, രാത്രി 2 മണിക്ക് ഈശോയെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഈശോയെ ആ കുരിശൊന്ന് പിടിക്കാൻ തുടങ്ങിയതാണ്. ഈ 2ാമത്തെ നിലയിലെ കട്ടിലെ നേരെ താഴ്ത്തേക്ക് വീണു. നല്ല വണ്ണമുള്ള മനുഷ്യനും ഭയങ്കര ഒച്ചയായിപ്പോയി. പെട്ടെന്ന് ഈ ചുറ്റുപാടത്തുള്ള 6-7 കട്ടിലെ ആളുകളെല്ലാം ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തെ ഓടി വന്ന് പിടിച്ച് എന്താന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല, എന്തോ ഒരു സ്വപ്നം ഉണ്ടായെന്ന് പറഞ്ഞ് ഇദ്ദേഹം വേഗം കയറി കട്ടിലിൻ്റെ മുകളിൽ കയറി കടന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇദ്ദേഹം പറയുകയാണ്, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവനും ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഈശോയെ വേദനിപ്പിച്ച മുഴുവൻ പാപങ്ങളും ഒരു കമ്പ്യൂട്ടറിലെ ഫയൽ ഓപ്പൺ ചെയ്തായിരുന്ന പോലെ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇദ്ദേഹം കരയാൻ തുടങ്ങി. കരച്ചിൽ കരഞ്ഞ് 2 മണിക്ക് തുടങ്ങിയതല്ലേ, 3 മണി, 4 മണി, 5 മണി. അദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളെക്കുറിച്ച് ഇങ്ങനെ കണ്ടും അതിനെക്കുറിച്ചുള്ള കരച്ചിൽ കൊണ്ട് എനിക്ക് അടക്കാൻ പറ്റിയില്ല. 5 മണിയാകുമ്പം അദ്ദേഹം നേരത്തെ എഴുന്നേറ്റു, റെഡിയായി വചനകോളി വന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അനുതാപം ലഭിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് ആ പ്രഭാതത്തിൽ ബുധനാഴ്ച രാവിലെ ഏർലി മോർണിംഗിൽ മണിക്കൂറുകൾ സമയമെടുത്ത് നല്ലൊരു കുമ്പസാരങ്ങൾ ചെയ്തു. അതിനുശേഷം പിന്നീട് ഒരിക്കലും, അനേക വർഷങ്ങളായി പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് പിന്നെ മദ്യപിക്കാൻ തോന്നിയിട്ടില്ല, അദ്ദേഹത്തിന് തിന്മയ്ക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം ഈശോയുടെ ശുശ്രൂഷയിൽ ഈശോയെ ശുശ്രൂഷിക്കുകയാണ്. ലോകത്തിൽ എല്ലാ ധ്യാനത്തിനും വരും. അദ്ദേഹം വന്ന് മദ്യപാനികൾക്ക് കൂടി മധ്യസ്ഥം വഹിക്കും. കുരിശിൻ്റെ വഴി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഈശോയുടെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ചുള്ള പ്രാർത്ഥന കുരിശിൻ്റെ വഴിയാണ്. കുരിശിൻ്റെ വഴി ചൊല്ലി അദ്ദേഹം പ്രാർത്ഥിക്കും. അദ്ദേഹം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം മനസാന്തരത്തിൻ്റെ കൃപ കിട്ടുന്നുണ്ട്. ഒരുപാട് കാലങ്ങൾ ഞാൻ സിഗ്മൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് മാറുന്നത് വരെ അദ്ദേഹം ആഴ്ചകളിൽ, പ്രത്യേകിച്ച് മാസത്തിൽ ഒരാഴ്ച വന്ന് ഇങ്ങനെ കുരിശിൻ്റെ വഴി നടത്തി ഈ ധ്യാനിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേകം പേരെ ധ്യാനിക്കാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു എളിയ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപത്തെക്കുറിച്ച് ഒരു അനുതാപം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയാണ്. എൻ്റെ ഈ പാപപ്രവൃത്തി ദൈവത്തെ വേദനിപ്പിക്കുന്നുവെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇതിവിടെ ഒരു നുണ പറഞ്ഞു അതെങ്ങനെ ദൈവത്തെ വേദനിപ്പിക്കണമെന്ന് ചിന്തിച്ച് അവിടെ ഇരിക്കുകയുള്ളൂ. ഞാനിവിടെ അടുക്കളയിൽ വെള്ളം കട്ടെടുത്തു. നമ്മുടെ തന്നെ വെള്ളം എന്ന് പറഞ്ഞ് മനസ്സിലായോ? കുട്ടികൾ അല്ലെങ്കിൽ അത് പോട്ടെ, അപ്പോൾ ഐസ്ക്രീം ആയിരിക്കും. അമ്മ ഐസ്ക്രീം എടുക്കരുതെന്ന് പറഞ്ഞു, ഐസ്ക്രീം കയറി കട്ടെടുത്തു. എന്തായി? ആ പ്രായത്തിൽ ചെയ്യാവുന്ന ഒരു പാപമാണത്. ഞാൻ ഐസ്ക്രീം എടുത്തു എങ്ങനെയാണത്? ഞാൻ ചില ബ്രാൻഡി എടുത്ത് കുടിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് കുടിക്കുന്നത് അതെങ്ങനെയാണ് ദൈവത്തെ വേദനിപ്പിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാവില്ല. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാത്തിടത്തോളം കാലം ഇതൊന്നും മനസ്സിലാവില്ല. നമ്മളെ തന്നെ ന്യായീകരിച്ചും നീതീകരിച്ചും മരണത്തിൻ്റെ വക്ക് വരെ എത്തും. ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചില്ലെങ്കിൽ
നാം അനുതാപമില്ലാതെ മരിച്ചു പോകും. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഈ സമയത്ത് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ സമയത്ത് ജോലിക്ക് പോയി പണം ഉണ്ടാക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എങ്ങനെയെങ്കിലും ഒരു പറമ്പിൻ്റെ വിൽപ്പന നടത്തി കാശുണ്ടാക്കി ലോൺ അടയ്ക്കാമായിരുന്നു. മറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവവചനത്തിന് മുമ്പിൽ വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി, നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം തോന്നാൻ ദൈവിക കാര്യങ്ങൾക്ക് വചനം കേൾക്കാൻ പോകണം, ജെറുസലം ധ്യാനകേന്ദ്രത്തിലേക്ക് പോകണം, കൺവെൻഷന് കൂടണം, വചനം കേൾക്കണം, കുമ്പസാരിക്കണം, കുർബാനയിൽ പങ്കെടുക്കണം, എനിക്ക് ആത്മാവിൻ്റെ ഉണർവ് വേണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായത് നമ്മൾ കടന്ന് അധ്വാനിച്ചുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നല്ല സ്വരത്തിൽ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ അറിയും തോറും ദൈവത്തോട് നമുക്ക് അടുപ്പം തോന്നും. ദൈവത്തോട് നമുക്ക് വളരെ വലിയ അടുപ്പം തോന്നും. വിശുദ്ധ ഫൗസ്റ്റീന, ദൈവം ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നുകൊണ്ടിരുന്ന ഒരാളാണ് വിശുദ്ധ ഫൗസ്റ്റീന. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ട സമയത്ത് വിശുദ്ധ ഫൗസ്റ്റീന ഈശോയോട് ചോദിച്ചു, കർത്താവേ, ഞാൻ മടുത്തു. ഞാൻ ഒരേ പാപം തന്നെ പല ആവർത്തി ചെയ്യുന്നു. എത്രമാത്രം ഇത് റിപ്പീറ്റ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതേപോലെ എനിക്ക് ചില ദുസ്വഭാവമുണ്ട്, തഴക്കദോഷങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു. ഈശോ ഫൗസ്റ്റീനോട് പറഞ്ഞിങ്ങനെയാണ്, ഞാൻ എത്രമാത്രം ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. ഞാൻ എത്രമാത്രം ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിക്കുന്നില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൗസ്റ്റീന ഡയറിയിൽ 1059 ഖണ്ഡിക, ഫൗസ്റ്റീന ഡയറി 1059 ഖണ്ഡിക. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പാപിയും ബലഹീനയുമായ ആത്മാവ് എന്നെ സമീപിക്കാൻ ഭയപ്പെടേണ്ട. ആ ആത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാളും അധികമാണെങ്കിൽ പോലും അവയെല്ലാം അത്യഗാധമായ എൻ്റെ കരുണയുടെ അഗാധതയിൽ ആണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പാപത്തിൻ്റെ കണക്കെടുത്താൽ ലോകത്തിലെ എല്ലാ മണൽത്തരികളെക്കാളും അധികമായ വിധം പാപമുള്ള ഒരു ആത്മാവ് ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ. കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഈ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാളും നിങ്ങളുടെ പാപത്തിൻ്റെ അളവ്, എണ്ണം കൂടിയിരിക്കുന്ന ഒരാത്മാവാണ് നിങ്ങളെങ്കിൽ പോലും അവർ എൻ്റെ അരികിൽ വന്നാൽ എൻ്റെ കരുണയുടെ അഗാധതയിൽ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും ആഴ്ന്നു പോകും. നിങ്ങൾക്ക് കൃപ ലഭിക്കുകയും ചെയ്യും. അത്രമാത്രം വലിയ കരുണയാണ് കർത്താവ് ഓരോ ആത്മാവിനോടും കാണിക്കുന്നത്. നല്ല സ്വരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവ് നിങ്ങളുടെ ജീവിതത്തെ തകിടം മറിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. എഴുന്നേറ്റ് തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയം കർത്താവിനോട് പറയാണ്, കർത്താവേ, അങ്ങയുടെ ഹൃദയത്തെക്കുറിച്ച് നന്നായിട്ടൊന്ന് അറിയാൻ എന്നെ അനുഗ്രഹിക്കണം. കർത്താവ് ഈ സമയം തന്നെ കൃപയുടെ ആത്മാവിനെ നമ്മുടെ മേൽ നിവേശിപ്പിക്കണം. ഈ ദിവസങ്ങളെല്ലാം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടുന്ന് നമ്മുടെ മേൽ വർഷിച്ചു. അതിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം.